സത്യത്തില് എനിക്കിങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു ബിടെക് എന്ന് പറയുന്നത്. കാരണം ഞാന് വെളിയിൽ പോയി പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ വെളിയിൽ പോയി പഠിക്കാനുള്ള എല്ലാം ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് എൻ്റെ ഒരു കസിൻ എനിക്ക് ബിടെക് റെക്കമെൻഡ് ചെയ്തത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ സെമ്മിൽ ഒരു 6 അടുത്ത സെമ്മിൽ ഒരു 6. അപ്പോൾ എല്ലാ കോമൺ സബ്ജക്റ്റുകളാണ്. മെക്കാനിക്കലിനകത്തുനിന്ന് കൂടുതൽ വരുന്നത് മെക്കാനിക്സ്, ഗ്രാഫിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും എൻ്റെ ഒരു ടോട്ടലെന്ന് വെച്ചാൽ സപ്ലി കൂട്ടാനുള്ള സബ്ജക്റ്റുകളെന്നാണ് ഞാൻ അങ്ങനെ അത് നോക്കുന്നത്. അവർക്ക് ഈ 4 വർഷം 5 വർഷം പഠിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അടിത്തറയെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ലെയർ പോലെ. മീൻസ് ആ ലെയർ കോറല്ല. ഈ കോറ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ജോലിക്ക് ഫസ്റ്റ് ടൈം കയറി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ ഓരോ കാര്യങ്ങളും, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പഠിക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് വെളിയിൽ പോയി പഠിച്ചാൽ മതി എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ ഇവിടെ പഠിക്കണമെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി വേണം, വെളിയിൽ പോയി നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 4 വർഷത്തെ ഡിഗ്രി എഞ്ചിനീയറിംഗ് എന്നുള്ളായിരുന്നു. അതങ്ങനെ ആക്സിഡന്റലി ബിടെക് എടുത്തതാണ്. അപ്പം നീ പുറത്ത് പോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ബിടെക് എടുത്തത്? ആ ടൈമിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഏകദേശം ഉറപ്പായി പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ബിടെക് ലൈഫിൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല നല്ല മെമ്മറീസ്. കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെ, തീർന്നില്ല, കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. 4 മാസം കൂടെ നല്ല ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ, വളരെ നല്ല നല്ല ഓർമ്മകൾ. അപ്പൊ കുറെ ഇപ്പം എന്താ പറഞ്ഞ ബിടെക് ലൈഫ് ചൂസ് ചെയ്ത തന്നെ ഒരു സ്പെസിഫിക് റീസൺ കാരണമാണ്. പക്ഷെ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്നതേ അല്ല കോളേജിൽ. എനിക്ക് തോന്നിട്ടില്ല ബിടെക് അങ്ങനെ എല്ലാവരും സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഏകദേശം ഞാൻ ജോയിൻ ചെയ്ത ഏകദേശം 80% ആൾക്കാരും ഒരു സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാ രീതിയിൽ വന്നിട്ടുള്ളതായിരുന്നു. ഞാൻ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്തു കാണും. പക്ഷെ ഞാൻ കണ്ടത് ഏകദേശം 80% ആൾക്കാരും അല്ലാതെ, ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ തന്നെ അല്ല. നീ എന്തുകൊണ്ടാണ് കോളേജ് ബിടെക് ചൂസ് ചെയ്തത്? ഞാൻ ഡിസൈനിങ് കോഴ്സിന് പോകാൻ വേണ്ടിയിരുന്നായിരുന്നു. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് NID നാഷണൽ ഓഫ് ഡിസൈൻ മാത്രം ഉള്ളായിരുന്നു, ആ കോഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അന്ന് എൻട്രൻസ് കഴിഞ്ഞു പോയി. അപ്പം ഒരു വർഷം വീട്ടിൽ കണ്ടേ, വീട്ടിൽ അങ്ങനെ ഒരു വർഷം നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി വന്നപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് വന്നൊരു ടോപ്പിക്ക് ആണെന്ന് തോന്നി. അങ്ങനെ പല കോളേജ് റെഫർ ചെയ്ത് സംഭവം ഇവിടെ വന്ന് കയറി. ഓക്കെ, നമുക്ക് ശ്രീഹരിയിലേക്ക് പോവാം. നീ എന്തുകൊണ്ടാ ബിടെക് ചൂസ് ചെയ്യുക? ഞാൻ ബിടെക് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സഹദ് പറഞ്ഞല്ലോ, അവനിങ്ങനെ ഡിസൈനിങ് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടിലടുത്തത് എന്താ ഒന്നെങ്കിൽ നേഴ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ ബിടെക്. ഇത് രണ്ടുമാണ് ആദ്യമേ വരുന്ന ഓപ്ഷൻ. അപ്പം ആദ്യമേ ഞാൻ ബിടെക് എടുക്കാമെന്ന് തന്നെ പ്ലാൻ ചെയ്തു. അങ്ങനെ സിവിൽ എടുക്കാമെന്നായിരുന്നു പ്ലാനിങ്. അപ്പൊ എന്റെ വല്യമ്മച്ചി പറഞ്ഞു സിവിൽ ഇപ്പൊ അങ്ങനെ ഡിമാൻഡ് ഇല്ല, വല്യമ്മച്ചിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് സിവിലിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഫോൾസ് ഇൻഫർമേഷൻ. സിവിലിന് എല്ലാ വർഷവും ഏത് കാലത്തും ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്ട് ആണ് ഈ വീട് പണി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. അല്ല, അത് ശരിക്കും ഉള്ള കാര്യമാണ്. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം പണിയുന്ന ഒരു കാര്യമാണ്. സ്കോപ്പ് ഇല്ലെന്ന് പറയുന്നത് തികച്ചും ഇവനെ പോലുള്ള വിവരമില്ലാത്തവർ പറയുന്ന കാര്യങ്ങളാണ്. സിവിലുകാർ വന്ന് അവനെ വലിച്ചു കീറാൻ നിൽക്കല്ലേ പ്ലീസ്, എന്റെ റിക്വസ്റ്റ് ആണ്. ബുദ്ധിയില്ലാത്ത പയ്യനെ വിട്ടേര്. അല്ല, നീ പറഞ്ഞു. ഇല്ല, പറയൂ. അപ്പോഴാണ് ഇങ്ങനെ എന്റെ ചേച്ചി ഈ ശ്രീബുദ്ധ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ കോഴ്സിന്റെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തപ്പോ ചേട്ടൻ പറഞ്ഞ ഈ കോഴ്സ് എടുക്കാൻ, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI. അങ്ങനെയാണ് ഞാൻ ബിടെക്കിൽ ഈ കോഴ്സിലോട്ട് വരുന്നത്. ഓക്കെ, അടുത്ത കാശി എന്തുകൊണ്ടാണ് ബിടെക് ചൂസ് ചെയ്തത്? ഞാൻ ബിടെക് ചൂസ് ചെയ്തത് എന്റെ അച്ഛൻ ഇലക്ട്രീഷ്യൻ ആണ്. എന്റെ ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് ആണ്. അന്നേരം പൊതുവേ എനിക്ക് കൊച്ചിലെ തൊട്ട് ഇതിനോട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കുട്ടിക്കാലത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ചേട്ടൻ ഇരുന്ന് ഈ CAD പ്ലാനൊക്കെ വരയ്ക്കാൻ നേരം അതുകൊണ്ട് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു സിവിൽ എഞ്ചിനീയറിങ്ങിനോട്. അങ്ങനെ ഞാൻ എടുത്തത്. ശ്രേയസ് എന്തുകൊണ്ടാണ് എടുത്തത്? സത്യത്തില് എനിക്കിങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു ബിടെക് എന്ന് പറയുന്നത്. കാരണം ഞാന് വെളിയിൽ പോയി പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ വെളിയിൽ പോയി പഠിക്കാനുള്ള എല്ലാം ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് എൻ്റെ ഒരു കസിൻ എനിക്ക് ബിടെക് റെക്കമെൻഡ് ചെയ്തത്. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് വെളിയിൽ പോയി പഠിച്ചാൽ മതി എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ ഇവിടെ പഠിക്കണമെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി വേണം, വെളിയിൽ പോയി നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 4 വർഷത്തെ ഡിഗ്രി എഞ്ചിനീയറിംഗ് എന്നുള്ളായിരുന്നു. അതങ്ങനെ ആക്സിഡന്റലി ബിടെക് എടുത്തതാണ്.
അപ്പം നീ പുറത്ത് പോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ബിടെക് എടുത്തത്? ആ ടൈമിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഏകദേശം ഉറപ്പായി പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന്. ഇതിന്റെ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടൈമിലാണെങ്കിൽ ഒരു കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ക്രോസ് റോഡ്സ് എന്നാണ് അവരുടെ ആ ഒരു ചാനലിന്റെ പേര്. ഇപ്പൊ അത് പ്രോട്ടോടൈപ്പ് എന്നാ പറയുന്നത്, എല്ലാവർക്കും അറിയാം. അതിലൊരു വെബ് ഡെവലപ്മെന്റ് കോഴ്സ് എടുത്തു. അങ്ങനെ വെബ് ഡെവലപ്മെന്റ് കോഴ്സ് എടുത്തിട്ട് ഞാൻ അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിലോട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്തു. ഓൾറെഡി ഒരു 10th വരെ ജാവ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ +1-ലും +2-ലും CS തന്നെ ആയിരുന്നു. അപ്പം അത്യാവശ്യം പ്രോഗ്രാമിംഗ് സ്കില്ലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇ-കൊമേഴ്സ് കൂടെ ബിൽഡ് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു. CS എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം, നല്ലതായിരിക്കും എന്ന്. പക്ഷേ കോളേജിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ പഠിക്കുന്നത് ഇതൊന്നും അല്ല. അവിടെ പഠിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പഴയ ഒരുപാട് കാലഘട്ടം പിന്നോട്ടുള്ള കുറേ സബ്ജക്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്, എയുടെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഉള്ള ടെക്നോളജി ഒന്നും പഠിക്കുന്നില്ല. അല്ലെ ഫ്രെയിം വർക്ക്സ് ആണെങ്കിലും ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്ത് ഒരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം വെബ് ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി ഒന്നും അവിടെ പഠിപ്പിക്കുന്നതില്ല. അല്ലെങ്കിൽ എന്തൊരു കാര്യമായിക്കോട്ടെ ഒന്നും പഠിപ്പിക്കുന്നില്ല പ്രോപ്പറായിട്ട്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചു വന്നൊരു കാര്യമല്ല. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ ടെക്നോളജി ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയില്ലേ? അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ സ്കീമിന് അല്ലെങ്കിൽ ഇതിന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റണമുണ്ട് ഇല്ല. പിന്നെ നമുക്ക് അത് ഓക്കെ, നമ്മളെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ ഈ പറഞ്ഞ എപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കണം പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ അതുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു നോളജ് കിട്ടും. ഇതിപ്പോ CS-ന്റെ കേസ് മാത്രമാണ്. സിവില് ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സിവിലിന്റെയും സെയിം ഇതുപോലെ തന്നെയാണ്. പണ്ട് ഏത് സിലബസ് ആണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പല മോഡേൺ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ കുറിച്ച് ആ ഒരു സ്റ്റേജ് ഒക്കെ അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും പറയുന്നില്ല. അപ്പം ഇത് തന്നെ ആയിരുന്നു പ്രശ്നം. ഇത് തന്നെ ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കിടെക്ട്സ് ആയാലും സിവിൽ എഞ്ചിനീയേഴ്സ് ആയാലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവർക്ക് ഈ 4 വർഷം 5 വർഷം പഠിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അടിത്തറയെന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ലെയർ പോലെ. മീൻസ് ആ ലെയർ കോറല്ല. ഈ കോറ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ജോലിക്ക് ഫസ്റ്റ് ടൈം കയറി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ ഓരോ കാര്യങ്ങൾ, ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പഠിക്കുന്നത്. സോ ഇപ്പം ബിടെക്കിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് ഫസ്റ്റ് ഇയർ നമ്മൾ വെറുതെ പഠിക്കുക, ഒരു വർഷം വെറുതെ പോകാന്നൊക്കെ. അപ്പം അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്തോ? ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ സെമ്മിൽ ഒരു 6 അടുത്ത സെമ്മിൽ ഒരു 6. അപ്പോൾ എല്ലാ കോമൺ സബ്ജക്റ്റുകളാണ്. മെക്കാനിക്കലിനകത്ത് കൂടുതൽ വരുന്നത് മെക്കാനിക്സ്, ഗ്രാഫിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും എൻ്റെ ഒരു തോട്ടിലെന്ന് വെച്ചാൽ സപ്ലി കൂട്ടാനുള്ള സബ്ജക്റ്റുകളെന്നാണ് ഞാൻ അങ്ങനെ അത് നോക്കുന്നതിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പഠിക്കുന്ന അതുകൊണ്ട് എനിക്കിതുവരെയായിട്ട് ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ബാക്കിയുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്കിതുവരെയായിട്ട് ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. ആ ടൈമിൽ ഞാനിപ്പോൾ AI എടുത്തായിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബയോളജി +1 +2 ബയോളജി പഠിച്ചിട്ട് ബയോളജി നിന്ന് CS-ലോട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആ ഫസ്റ്റ് ഇയർ കുറച്ചും കൂടെ CS-ന്റെ ബേസിക്സ് ഇവർക്ക് പറഞ്ഞുതരാം. എന്താണ് പൈത്തൺ, എന്താണ് C പ്രോഗ്രാമിംഗ്, ഇങ്ങനെ പല സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സിവിലിന്റെ കാര്യത്തിലാണ് സിവിലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേസമയം കുറേ ആവശ്യമില്ലാത്ത കുറേ സബ്ജക്റ്റുകൾ പഠിച്ച് ഒരു വർഷം കളയുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബിടെക്കിൽ വരുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഇയറിൽ കുറേ സബ്ജക്റ്റ് ഉണ്ടല്ലോ ബേസിക് ആയിട്ടുള്ള. ഒരു സ്റ്റാർട്ടപ്പ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഈ ബിടെക്കിനെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതൊക്കെ കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഗ്രാഫിക്സ് പഠിക്കുന്നുണ്ട്, മെക്കാനിക്സ്, പിന്നെ കുറേ അല്ല സിവിലാണെങ്കിലും പഠിക്കുന്നില്ല. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും ഒരാളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അയാളായിരിക്കുമല്ലോ അതിലെ കുറേ കാര്യങ്ങൾ എല്ലാം നോക്കേണ്ട അയാൾ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാത്തിനെയും പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് അതിന് ഗ്രാഫ് അല്ലെ ഫിഗർ കണ്ടാൽ മനസ്സിലാവണം. അതിന് ഈ പറഞ്ഞ ഗ്രാഫിക് ഡിസൈൻ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല അതുകൊണ്ട് കുറേ ബേസിക് ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി നമ്മളെല്ലാം പലയിടത്ത് അപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ അത് വെറുതെ പഠിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞോട്ട് അത് നോൺ ക്രെഡിറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നാണ്. സപ്ലൈ പേപ്പർ എല്ലാം സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ അത് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫിക്സിൻ്റെ ആ ഒരു എന്താണ് യൂസ് എന്ന് അവിടെ മനസ്സിലാവും നമുക്ക്.
അങ്ങനെയൊക്കെ കുറെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു നമ്മള് അത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് പഠിച്ചാൽ പോരെ. ഇപ്പൊ അതിനുള്ള സോഴ്സുകൾ ഇപ്പൊ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ ലാംഗ്വേജ് അല്ലെ വേറെ കാര്യം എനിക്ക് ആവശ്യമുള്ള മാത്രം പഠിച്ചാൽ പോരായിരുന്നു. കണ്ടിട്ട് ജർമ്മനി പോകുന്ന ആൾക്കാർ ജർമ്മൻ പഠിക്കുന്ന പോകുന്ന സമയത്തല്ലേ അല്ലേ? ഇപ്പം അങ്ങനെ നോക്കിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും പഠനത്തിൽ പഠിച്ചുകൊണ്ട കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എടാ ഇപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് നീ നിന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലേ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. സിവിൽ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് ഇതെല്ലാം കോർ സബ്ജക്റ്റാണ്. ഈ പറയുന്ന മെക്കാനിക്സ് ആണെങ്കിലും മെക്കാനിക്സിന്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അങ്ങനെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സും ഫുൾ മാത്തമാറ്റിക്സിന്റെ പരിപാടിയാണ് സിവിലുള്ളത്. പിന്നെ പറയുവാണെങ്കിൽ ആകെപ്പാടെ സി പ്രോഗ്രാമിംഗ് ആവശ്യമില്ലെന്നല്ല, സി പ്രോഗ്രാമിംഗ് കൊണ്ട് ആവശ്യമുണ്ട്. കാരണം സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങളാണ്. ഇവർ ഈ ഫസ്റ്റ് ഇയറിൽ ഇതുപോലത്തെയൊക്കെ ചെറിയ ചെറിയ സബ്ജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ എഞ്ചിനീയർ ഷുഡ് നോ ദീസ് തിങ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്. എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും പറ്റുമെന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ. അത് വെച്ചിട്ട് ഇതെല്ലാം ഇതാക്കുന്നത്. അപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അതുകൊണ്ടും എനിക്ക് ഉപയോഗമുണ്ട്. കാരണം ഒരു സിവിൽ വർക്കിൽ ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്, ഡയോഡും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തികച്ചും യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. യൂസ്ഫുൾ ആണ്, പല രീതിയിൽ യൂസ്ഫുൾ. ഇപ്പം ബിടെക് എന്ന് പറയുന്ന സത്യത്തിൽ മറ്റ് ഡിഗ്രിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ബിടെക് കുറച്ചും കൂടെ ടഫാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം എന്താ പറയുക, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരാൾക്ക് അത് മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൊന്നും അല്ലല്ലോ. അപ്പൊ ഞാനത് പഠിച്ചതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ നാളെ ഒരു IT ഫീൽഡൊന്നും ആയിരിക്കത്തില്ല. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കും ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യാൻ, സിവിലായിരിക്കും, ചിലപ്പോൾ ഇലക്ട്രിക്കലായിരിക്കും, ഇലക്ട്രോണിക്സിലായിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് ഇയറിലുള്ള കോമൺ സബ്ജക്ട് കാരണമായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഫീൽഡ് പഠിച്ചിട്ട് IT ജോബിലോട്ട് വരുന്ന എത്ര പേരുണ്ട്. അവർക്ക് ഈ പ്രോഗ്രാം ബേസിക് അറിയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് പ്ലസ് 1 പ്ലസ് 2 തന്നെ നോക്കിയാൽ മതി. ബയോളജി പഠിച്ചിട്ടല്ലേ ഇപ്പൊ കുറെ പേര് CS എടുക്കുന്നത്. അത് നമ്മള് ഫസ്റ്റ് ഇയറിൽ ഇതിനൊന്നും എലാബറേറ്റ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് ബേസിക്സ് ആണ് പഠിക്കുന്നത്. അത് സപ്ലി അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ബേസ് മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പം CS പഠിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഇത് കൊണ്ട് പഠിച്ചിട്ട് ഒരു ഗുണമില്ല എന്നുള്ള മെന്റാലിറ്റിയിൽ പഠിച്ചവർക്കൊക്കെ ആയിരിക്കും. ഇതിനകത്ത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്നത് നമുക്കിത് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ നോക്കി പറയുന്നില്ല. കാരണം ഇത് സപ്ലൈ ആവുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും ക്രെഡിറ്റ് ഉള്ള പേപ്പർ ആയതുകൊണ്ട് ബാക്കിയുള്ള പേപ്പറിനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഇത് വെച്ചേക്കും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫീസിബിളായിട്ട് തോന്നാത്ത ഫസ്റ്റ് ഇയറിലാണ്. ഇപ്പൊ മെക്കാനിക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ എഴുതിയാൽ ഭയങ്കര പാടാണ്. അതാണ് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ എന്താ പറയുന്ന കോഴ്സാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റ് എന്താ പറയുന്നത് കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ടഫാനുള്ള കാരണം കൂടി ഇതുപോലുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടെ. അതുകൊണ്ട് നമുക്കൊരു ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് നോളജ് വേണം. എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും ബിടെക്കിൽ എടുത്തു നോക്കുമ്പോഴേ അത്യാവശ്യം 1-2 പേപ്പറൊക്കെ എക്കണോമിക്സിനെ പറ്റിയൊക്കെ ഉണ്ട്, ബിസിനസ് അനലിറ്റിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേപ്പറുണ്ട്. അതൊക്കെ കുറെ കൂടെ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഫണ്ടമെന്റലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ബിസിനസ് നോളജ് എന്ന് പറയുന്നത്. പക്ഷെ അത് പലർക്കും അതിന്റെ വാല്യൂ എന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യാൻ പോലും ആർക്കും അറിയാറില്ല. നമ്മൾ ആ ഒരു പേപ്പറിലൊക്കെ പഠിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് എല്ലായിടത്തും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണെങ്കിലും ബിസിനസ് തുടങ്ങാനാണെങ്കിലും അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പോലും അതൊക്കെ ഒരു ബേസിക് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നും തികച്ചും വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റ് അല്ല, എന്നാൽ പോലും അതൊക്കെ ആവശ്യമുള്ള സബ്ജക്ട്, ക്രെഡിറ്റ് ഇല്ലാത്തതാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ.